എൻ്റെ പേര് ടെസ്സി അംബ്രോസ്. ഞാൻ പുതുവൈപ്പിൽ നിന്ന് വരുന്നു. എനിക്ക് മാനസികമായി ശാരീരികമായി വളരെയധികം അസുഖങ്ങളുണ്ടായിരുന്നു. ഞാനിവിടെ നവംബർ മാസത്തിലാണ് ആദ്യമായി വരാനിടയായത്. എനിക്ക് 2-3 മാസങ്ങൾക്കകം ആ അസുഖങ്ങളെല്ലാം മാറിക്കിട്ടി. അതിനുശേഷം ഞാൻ ഫെബ്രുവരി മാസത്തിൽ എൻ്റെ മകൻ ഒരു കേസിൽ പെടുകയും ആ കേസിൽ അതിനോടനുബന്ധിച്ച് ഞങ്ങളിവിടെ വന്ന് ഉടമ്പടിയെടുക്കുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് അച്ഛനെ കാണാൻ സാധിക്കുകയും ചെയ്തു. അച്ഛനോട് ഞങ്ങൾ ഈ വിവരം പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ പേടിക്കേണ്ട, നിൻ്റെ മകന് ജാമ്യാപേക്ഷ കിട്ടും, അവനൊരു കുഴപ്പവും ഉണ്ടാവുകയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വളരെയധികം ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരും വിഷമിച്ചു. അങ്ങനെ അവൻ ആ കേസിൽ വളരെയധികം വിഷമത്തോട് വീട്ടിൽ തന്നെ കഴിഞ്ഞിരുന്നു. അവൻ ഗോവയിൽ പോയി ഷിപ്പിൻ്റെ ഒരു കോഴ്സ് പഠിച്ച് പാസ്സായി വന്നതായിരുന്നു. അപ്പോൾ അവൻ്റെ കൂട്ടുകെട്ട് അത്ര നല്ലതായിരുന്നില്ല. ഞങ്ങളെല്ലാവരും പറയുമായിരുന്നു, മകനെ അനർത്ഥമായ കൂട്ടുകെട്ടിൽ പോകരുതെന്ന്. പക്ഷേ ഒരു ദിവസം അവനങ്ങനെ സംഭവിച്ചു. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ഉടമ്പടി എടുക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് ഈ നവംബർ മാസം അവൻ ആ വഴക്കിൽ നിന്നും പൂർണ്ണമായി മോചിതനാവുകയും അവന് 2 പ്രാവശ്യം പുറത്തേക്ക് പോകാൻ ചാൻസ് വന്നെങ്കിലും ഒരു ചാൻസിൽ അവന് പോകാൻ സാധിച്ചില്ല. പണം കൊടുത്തെങ്കിലും അത് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുകയും പിന്നീട് ഒരു ചാൻസ് വന്ന് അവൻ ഈ ഡിസംബർ മാസം 27-ാം തീയതി ഷിപ്പിൽ കയറുകയും ഇപ്പോൾ 2 മാസമായി അവൻ്റെ ശമ്പളം വരികയും ചെയ്യുന്നുണ്ട്. ദൈവത്തിന് വളരെയധികം നന്ദി. അതുകൂടാതെ എൻ്റെ ഭർത്താവിൻ്റെ സഹോദരി പുത്രിക്ക് 12 വയസ്സുള്ളൊരു മകളുണ്ടായിരുന്നു. അതിനുശേഷം അവൾ 3 പ്രാവശ്യം പ്രഗ്നൻ്റ് ആകുകയും അവൾക്ക് അത് കുഞ്ഞ് ഒന്നും ആകാതെ പോവുകയും ചെയ്തു. ഇതിനിടയിൽ അവൾ ഒരു കുഞ്ഞിന് രൂപം കൊടുത്തെങ്കിലും 5 മാസമായപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് കുഞ്ഞ് ജനിച്ചാൽ അതിന് മന്ദബുദ്ധിയോ വൈകല്യങ്ങളോ ഉണ്ടാകുമെന്ന് പറഞ്ഞ്. അന്നെങ്കിലും അവരത് എടുത്തു കളയാൻ നോക്കിയില്ല. അവൾ കഴിഞ്ഞ സെപ്റ്റംബർ 5-ാം തീയതി പൂർണ്ണ ആരോഗ്യമുള്ളൊരു ആൺകുഞ്ഞിനെ പ്രസവിക്കുകയും ആ കുഞ്ഞിന് ഇന്ന് വരെ ഒരു അസുഖങ്ങളും ഇല്ലാതെ ഇരിക്കുകയും ചെയ്യുന്നു. ഞാൻ അവൾക്ക് ഉടമ്പടി തൈലവും പത്രവും കൊടുക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ വിഷമിക്കേണ്ട, എല്ലാം മാതാവ് സാധിച്ചു തരും, ഈ കുഞ്ഞിനൊരു അനർത്ഥം ഉണ്ടാവുകയില്ലെന്നും പറഞ്ഞ്. അതുപോലെ പൂർണ്ണ ആരോഗ്യത്തോടെ ആ കൊച്ച് ഒരു കുഴപ്പമില്ലാതെ ഇരിക്കുകയും മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി.